ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഒരു കൂട്ടാൻ ഉണ്ടാക്കുന്നത് മുട്ട അവിയലാണേ. നമുക്ക് മുട്ട അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു 6 മുട്ട, ഇവിടെ ഉച്ചയ്ക്കും വൈകിട്ടും കഴിക്കണമല്ലോ, അതുകൊണ്ട് ഒരു 6 മുട്ട എടുത്ത് ഞാനത് പുഴുങ്ങാനായിട്ട് വെക്കുകയാണേ. നമുക്കത് പുഴുങ്ങിയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാനത് 6 മുട്ട എടുത്ത് ആദ്യം പുഴുങ്ങാനായിട്ട് വെക്കട്ടെ. അപ്പോൾ ഞാൻ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഉള്ളി, ചെറിയ ഉള്ളിയാണ് ഇതിന് വേണ്ടത്. ഞാൻ കുറച്ച് ഏറെ, ആ അവിയൽ എത്ര ആണോ ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ച് ഞാനിപ്പോൾ ഒരു 6 മുട്ടയല്ലേ ഇട്ടേക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ഉള്ളി എന്ന് പറയുന്നത് ഇത്ര ഉള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ പച്ചമുളക്, ഈ ഉള്ളിയും പച്ചമുളകും ശകലം കറിവേപ്പിലയും ഇട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വാട്ടണം. അത് നമുക്ക് വേവിക്കണം പിന്നെ, അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വാട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ശകലം എണ്ണ ഒഴിക്കുന്നു. ഇനി ഇതിലേക്ക് ഈ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്തിരി പൊടിയൊന്നുമല്ല, ഒരു ഇച്ചിരി 4 ചെറിയ കിട്ടാൻ മുളകിലേക്ക് ഇടുന്നു. ഇത് നമ്മൾ പച്ചമുളക്, ഇത്ര ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വാടണം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. അല്പം മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എടുത്തതിനേക്കാളും കുറച്ച് മല്ലിപ്പൊടി, അതിനേക്കാളും കുറച്ച് മതി. ഇതുകൂടെ നമുക്ക് ഒന്ന് ചൂടാക്കണം. നമുക്ക് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പിടണം. ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഇനി ഇത് വേവിക്കണം. ഞാൻ ശകലം വെള്ളം എടുക്കട്ടെ. ചെറിയ ചൂട് ആയിട്ടുള്ള ഒരു വെള്ളമാണ് എടുക്കുന്നത് ഞാനിത് ചെറു ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ച് ഇനി ഇത് ഇവിടെ കിടന്നൊന്ന് വേവട്ടെ. ഞാൻ രാവിലെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ. ഞാൻ സെൽഫി സ്റ്റിക്കിൽ സ്റ്റാൻഡ് വെച്ചൊക്കെ എടുത്തതാണ്. എടുത്തോണ്ട് വന്ന് ഏതൊക്കെയോ സമയത്ത് അത് തിരിഞ്ഞു പോയി. അപ്പം ഞാൻ ഒരു കഥകളിയുടെയൊക്കെ കാര്യം പറയുന്നതായിരുന്നു. അത് പിന്നെ അത് ഡിലീറ്റ് ചെയ്തേ. ഈ തന്നെത്താൻ സ്റ്റാൻഡ് വെച്ചെടുക്കുമ്പോൾ അത്ര ശരിയാവും. ഇന്നും ഇപ്പോൾ ഹരിയേട്ടൻ ഇല്ല ഇവിടെ. ഹരിയേട്ടൻ്റെ പെങ്ങളുടെ മോൻ്റെ കല്യാണം വരുന്നുണ്ട്. അത് കല്യാണം വിളിക്കാനായിട്ട് ആങ്ങളെയും പെങ്ങളും കൂടെ പോയിരിക്കുക. അപ്പോൾ അത് കാരണം ഇപ്പം ഞാനങ്ങ് സ്റ്റാൻഡ് വെച്ചെടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്റ്റാൻഡ് വെച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ശീലങ്ങളൊന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല. എങ്ങനെ തിരിഞ്ഞു പോയി എന്ന് ഞാൻ അറിഞ്ഞേയില്ല. അപ്പം ഞാൻ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടെ പറയാമേ. ഞാൻ കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴ അമ്പലത്തിലൊരു കഥകളി കാണാൻ പോയിരുന്നു. ഞാനൊരു വളരെ ചെറിയൊരു കഥകളി കലാകാരിയാണ്. അതിനേക്കാളേറെ കഥകളി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ ശ്രീരാമ പട്ടാഭിഷേകമാണ് കാണാൻ പോയത്. ഇപ്രാവശ്യം ചാനൽ തുടങ്ങിയോണ്ട് ഞാനത് കണ്ട കാര്യമൊക്കെ പറയാമെന്ന് വിചാരിച്ചു. വളരെ നല്ല അനുഭവമായിരുന്നു. നമ്മളത് കഥകളി ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും, കഥകളി കാണാത്ത ആൾക്കാരാണെങ്കിൽ പോലും ഒന്ന് കണ്ടു നോക്കിയാൽ നമുക്കൊക്കെ മനസ്സിലാവുന്ന കഥകളല്ലേ അതെല്ലാം. അതൊന്ന് അതിൻ്റെ ഒരു എന്താ പറയുക, അത് ഭഗവാന്റെ ആ ഒരു ഇത് നമുക്കങ്ങ് ഓർത്തു പോകും. ഞാനുൾപ്പെടെ എത്ര പേര് തൊഴുത് പ്രാർത്ഥിക്കുന്നു എന്നറിയാം. അത്ര നമ്മൾ മനസ്സുകൊണ്ടങ്ങ് ഭയങ്കരമായിട്ടങ്ങ് ഒരു ഇൻവോൾവ്മെൻ്റ് അതിനകത്തുണ്ടായിപ്പോകും. അത് എവിടെയെങ്കിലും ചാൻസ് കിട്ടുവാണെങ്കിൽ ആരായാലും കഥകളിയോട് താല്പര്യമൊന്നും ഇല്ലെങ്കിൽ ഒന്ന് പോയി കാണണം. ഒന്ന് പോയി കണ്ടാൽ നമുക്ക് അതൊരു വലിയ അനുഭവമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരു കുതിരാമോക്ഷം ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഇടയ്ക്കിൽ ഒരു കൊച്ചു വന്ന് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് കഥകളി കാണുമെന്ന്. പക്ഷെ വന്നിരുന്ന് കാണാൻ തോന്നി. അതിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ കഥകളി ഇത്ര ഭംഗിയുള്ള കലയാണോ എന്നൊക്കെ പറഞ്ഞു. അപ്പം നമുക്ക് അങ്ങനെ നമ്മൾ കണ്ടു നോക്കുമ്പോൾ നമുക്കതിൻ്റെ കഥകളൊക്കെ അറിയാമല്ലോ. കഥകൾ അറിയാൻ വയ്യാത്ത കളി കാണുമ്പോഴേ നമ്മൾ അതിനകത്ത് നമുക്ക് ഉഷിച്ചിലുണ്ടാവത്തുള്ളൂ. അറിയാവുന്ന കഥ, ഇപ്പോൾ പൂതന കൃഷ്ണൻ കഥ ഒക്കെ
എല്ലാവർക്കും അറിയാവുന്ന കഥകളാണല്ലോ. അതൊക്കെ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലേ, ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അതുപോലെ നമ്മൾ കഥ പറയുന്നുമുണ്ട്. ഇപ്പോൾ സ്റ്റേജിലൊക്കെ കയറിയ ബാക്കിൽ പിന്നെ അതിനെപ്പറ്റി ഒരു കഥയൊക്കെ മിക്കവാറും ഒക്കെ കളിയിൽ പറയാറുമുണ്ട് ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇത് പിന്നെ ആർക്കും പറയുമോ മനസ്സിലാവുമോ ഒന്നും വേണ്ട, എല്ലാവർക്കും എല്ലാം അറിയാം. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി 2-3 വീഡിയോ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ വസിഷ്ഠ മഹർഷിയുമായിട്ടുള്ള സംവാദം, ശ്രീരാമൻ്റെ, അങ്ങനെയൊക്കെ നമ്മൾ കുറേ അങ്ങനെയൊക്കെ ഞാൻ 2-3 ഇതായിട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ ചാനലിൽ കഥകളി ഒന്നും ഇട്ടില്ലെങ്കിൽ എനിക്ക് സങ്കടമാണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും കഥകളി ഇങ്ങനെയൊക്കെ ഇടും. അപ്പം ഇത് ഷൺമുഖനാശാൻ്റെ ഇതിലുള്ള സാറിൻ്റെ ഗ്രൂപ്പാണ് കളിച്ചത്. ഞാൻ സാറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാറിനോടും പിന്നെ അതിനകത്ത് വസിഷ്ഠ മഹർഷിയായിട്ട് അഭിനയിച്ച കരുണാകരക്കുറുപ്പ് സാറ്, കുറുപ്പാശാൻ എന്നാണ് ഞാൻ വിളിക്കുന്നത്. കുറുപ്പാശാൻ്റെ അനുവാദവും ഒക്കെ ചോദിച്ചിട്ടാണ് ഞാൻ അത് വീഡിയോ എടുത്തത്. ഞാൻ യൂട്യൂബിൽ ഇട്ടോട്ടെ എന്ന് ചോദിച്ചു, ഇട്ടോളാൻ പറഞ്ഞു. പിന്നെ എൻ്റെ സാറ് കലാമണ്ഡലം കൃഷ്ണപ്രസാദാണ്. സാറിൻ്റെയൊക്കെ കളികൾ ഇങ്ങനെ ഈ മഴയൊക്കെ കാരണം ഉണ്ടല്ലോ, നമുക്കൊന്നും അങ്ങോട്ട് പോകാനോ എടുക്കാനോ ഒന്നും വലിയ ബുദ്ധിമുട്ട്. എന്നാലും കളികളൊക്കെ വരുന്നുണ്ട്. ഞാനത് പോകെ ഇടും. എൻ്റെ ചാനലിൽ കൂടെ കഥകളിയെക്കുറിച്ച് കുറേ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇടണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ്. സാധിക്കുന്ന പോലെ ചെയ്യും. അപ്പം ഇത് ഞാൻ ഇടുന്നുണ്ട്. ശ്രീരാമ പട്ടാഭിഷേകമൊക്കെ എന്തായാലും കാണണം എല്ലാവരും. നമ്മളത് ഒന്ന് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാണുന്ന എത്ര ആൾക്കാരുണ്ടെങ്കിൽ അവിടുത്തെ എന്തുമാത്രം ആൾക്കാരാണ് വരുന്നതെന്നറിയാമോ, കഥകളിയെ സ്നേഹിക്കുന്നവർ. ഇത് കാണാത്തവരൊക്കെ ഉണ്ടല്ലോ. ഞാൻ അതുകൊണ്ട് പറഞ്ഞാണ്, ഒന്ന് ഇടാൻ പറ്റുമെങ്കിൽ, കാണാൻ പറ്റുമെങ്കിൽ ഞാൻ ഇടാം. കാണാൻ പറ്റുന്നവരൊക്കെ കാണണം കേട്ടോ. അതൊരു വലിയ അനുഭവമാണ്. നമുക്ക് സന്തോഷം തോന്നും. അപ്പോൾ ഇത് നമുക്ക് ലൈവായിട്ടൊന്ന് കാണണമെന്ന് ചിലപ്പോൾ തോന്നിയാൽ 10 പേർക്ക് തോന്നിയാൽ അത് നല്ലതല്ലേ. നല്ല ഒരു അനുഭവമാണ്. അത് കണ്ടിരിക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ഇക്കൂട്ടത്തിൽ അതുകൂടെ അങ്ങ് പറഞ്ഞതാണ്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോക്കകത്തൊക്കെ പറഞ്ഞതാണ്. വീഡിയോ തിരിഞ്ഞു പോയി. ഞാനൊന്നും അറിയുന്നില്ല, തിരിഞ്ഞു പോകുന്നു അറിയുന്നില്ല. പറയുന്നതിനകത്തങ്ങനെ ലയിച്ചു പോകും. അവസാനം അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കിയപ്പോഴാണ് ബാക്കിയെല്ലാം ഒരേ ഷേപ്പിൽ, ഒരെണ്ണം മാത്രം നൂർന്ന് നിൽക്കുന്നു. പിന്നെ ഹരിയേട്ടൻ പറഞ്ഞ അതങ്ങ് ഡിലീറ്റ് ചെയ്യാൻ. ഇപ്പം ഇത് അത്യാവശ്യം വെന്തിട്ടുണ്ട്. കഥയായി അതിൻ്റെ ഇടയ്ക്ക് ഉള്ളി അങ്ങ് വെന്ത്. ഇനി നമുക്ക് തേങ്ങയാണ്. തേങ്ങയ്ക്കകത്ത് അരയ്ക്കേണ്ടത് ഒരല്പം മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ, എനിക്ക് വേണമെന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനകത്ത് ശകല മഞ്ഞൾപ്പൊടി ഇടും. സ്വല്പമേ എടുത്തുള്ളൂ. പിന്നെ ഞാൻ പെരിഞ്ജീരകമാണ് അരയ്ക്കുന്നത്. ഇത് രണ്ടും കൂടെ ഞാൻ അരച്ചുകൊണ്ട് വരാം. നമ്മൾ ഇത് തേങ്ങ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരു അല്പം മഞ്ഞൾപ്പൊടിയും പെരിഞ്ജീരകവും കൂടെ ചേർത്ത് അരച്ചതാണ്. നന്നായിട്ട് അരഞ്ഞിട്ടുമുണ്ട്. നമ്മളിതിലേക്ക് ചേർക്കാം. ഞാൻ മുട്ട പുഴുങ്ങി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിനി കീറണം. 4ആയിട്ട് കീറി ഇതിനകത്തോട്ടിടാം. ഇതിപ്പോൾ ആദ്യം ഇതൊന്ന് തേങ്ങ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഉപ്പ് ആവശ്യത്തിന് ചേർത്തോണം. ഇച്ചിരി വെള്ളം ഇങ്ങോട്ട്. ഉപ്പ് കുറവാണ്. ഇത് ശരിക്കും ചുവപ്പ് നിറമല്ലേ, മഞ്ഞ നിറത്തിലായിരിക്കേണ്ടത്. എനിക്ക് ഒരുമാതിരി കറിയെല്ലാം ചുവപ്പ് നിറത്തിലിരിക്കണം. പക്ഷേ എൻ്റെ അമ്മ എന്നോട് ആദ്യമേ പറഞ്ഞു ഇത് മഞ്ഞ കളറിലേ ഇരിക്കാവൂ. അതുകൊണ്ട് ഞാൻ മുളക് പൊടി വളരെ കുറച്ചാണ് ചേർത്തേക്കുന്നത്. മുട്ട 4ആയിട്ട് കീറി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാനിതിലേക്ക് ഇടുക.
ഇത് അവിയലെന്ന് നമ്മൾ പറഞ്ഞാലും ഒത്തിരി കൊഴുത്ത് അങ്ങനെ അല്ല ഇരിക്കുന്നത്, ഇച്ചിരി ഒരു വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. ഞാനത് ലാസ്റ്റായി കഴിയുമ്പോൾ കാണിക്കാം. ഇനി ഇതിനകത്ത് കിടന്ന് ഇതൊന്ന് തിളയ്ക്കട്ടെ. ഞാൻ ഒരു സ്വല്പം കടുക് വറുക്കുമ്പോൾ ഇടുന്നുണ്ട്, എന്നാലും ഒരു കറിവേപ്പില ഒരു ശകലം ഇട്ടിട്ടുണ്ട്. ഇതിനൊന്ന് ഇച്ചിരി കൂടെ ഒന്ന് കുറയിക്കോട്ടെ. ഒത്തിരി വെള്ളത്തിലും വേണ്ട, തീരെ അങ്ങ് കൊഴുപ്പ് അങ്ങനെയല്ല, എന്നാലും ഒരു മീഡിയം രീതിയിൽ അതിനായി കഴിയുമ്പോൾ കാണിക്കാം. പിന്നെ ഇത് ഈ പാത്രത്തിൽ തന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇത് ഇരുന്ന് കുറുകുകയും ചെയ്യും. അതുകൊണ്ട് ഒരുപാട് നമ്മൾ കുറുക്കണ്ട, ഒരു ശകലം കൂടെ ഒന്ന് കുറയിക്കോട്ടെ. ഇപ്പോൾ കടുക് വറുക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു. ഇനി ഈ വറ്റൽമുളകും കറിവേപ്പിലയും ഇവിടെ ഇട്ട് ഒന്ന് പൊരി ഒഴിച്ചാൽ മതി. പൊരി ഒഴിച്ചിട്ട് ഉടനെ ഇളക്കണ്ട, കഴിക്കാറാവുമ്പോൾ ഇളക്കി എടുത്താൽ മതി. ഞാൻ എൻ്റെ ഫൈനൽ കാണിക്കാവേ. അപ്പം മുട്ട അവിയൽ ഞാൻ ശരിക്കും എടുത്ത് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരണേ, ലൈക്ക് ചെയ്യണം, എന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കിയിട്ട് കമൻ്റൊക്കെ ഇടണേ. താങ്ക് യു.